ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മണ്ണിനോട് പറ്റിയിരിക്കുന്ന വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടുന്ന ഒരു വൃക്ഷത്തിന് ഇത്ര വലിയ പ്രത്യാശയുണ്ടെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ള ഒരു ഭക്തന് എത്ര വലിയ പ്രത്യാശയുണ്ട്. നീയും നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം ശക്തമാണെങ്കിൽ, സാഹചര്യം എത്ര മോശമാണെങ്കിലും, നീ അവസാനിച്ചുവെന്നും നീ തീർന്നുവെന്നും ഇനി ഒരിക്കലും ഉയരില്ലെന്നും ലോകം വിധി എഴുതിയാലും നീ പുറത്തു വരും. ഒരു തൈ പോലെ തളിരുവിടും. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പരിശുദ്ധാത്മാവ് നിന്നെ ജീവിപ്പിക്കും. അസ്ഥി താഴ്വരയിൽ അസ്ഥിക്കുംഭാരങ്ങളുടെ ഇടയിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥി പോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നിന്റെ ജീവിതത്തിൽ ദൈവം പുതിയ ആരംഭങ്ങളെ കുറിക്കും. ഒരു സൈന്യത്തെ പോലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു ഭക്തന്റെ പ്രത്യാശ? അവൻ്റെ പ്രത്യാശ അവൻ്റെ ദൈവമാണ്. അവനൊരു ദൈവമുണ്ട്. കഷ്ടകാലത്ത് അവനോട് കൂടെ ഇരിക്കുന്ന ദൈവം, ക്ഷാമകാലത്ത് അവനെ വിടുവിക്കുന്ന ദൈവം, കഷ്ടകാലത്ത് മരണപാശങ്ങൾ അവനെ ചുറ്റുമ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവനെ പിടിച്ച് പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യോബ് തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ നടുവിൽ താൻ പറയുകയാണ്, ഞാൻ പുറത്തു വരും. ഈ കഷ്ടത ഞാൻ മറികടക്കും. എൻ്റെ ദൈവത്തെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഞാൻ മുറുകെ പിടിച്ച ഭക്തി വ്യർത്ഥമല്ലെന്ന് ദേശമറിയും, പട്ടണമറിയും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിർമ്മലത കാത്തു സൂക്ഷിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അത് വെറുതെ ആയില്ലെന്ന് ദൈവം തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വൃക്ഷത്തെക്കാളും വിലയേറിയവരാണ്. ഒരു വൃക്ഷത്തിന് ഇത്ര വലിയ പ്രത്യാശയുണ്ടെങ്കിൽ ഒരു ഭക്തന്റെ പ്രത്യാശ എത്ര വലുതാണ്. ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ എത്ര തകർന്നടിഞ്ഞാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അസ്ഥി താഴ്വരയിൽ പുറപ്പെട്ടത് വചനമാണ്. ഒരു വാക്കുമതി കേട്ടോ, ഒരു ശബ്ദം മതി. ദൈവം ഒരു ശബ്ദമാണ് പുറപ്പെടുവിച്ചത്. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പുറപ്പെട്ട ശബ്ദം വെളിച്ചമുണ്ടാകട്ടെ എന്ന ശബ്ദമാണെങ്കിൽ, നീ എത്ര പാഴും ശൂന്യമായിരുന്നാലും നിനക്ക് വേണ്ടി പുറപ്പെടുന്ന ശബ്ദത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്, നിന്നെ ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ ബലപ്പെടുത്താനും നിനക്ക് വേണ്ടി കരുതാനും, നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കരുതാൻ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക.
ദൈവം ഇയ്യോബിന് പ്രത്യക്ഷനായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യക്ഷത വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർശനം വരുന്നുണ്ട്. വചനത്തോട് പ്രതികരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.